ഇന്ന് ആണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് പോയി. ഇപ്പോൾ നമ്മളുള്ളത് പുന്നയ്ക്കാമുകളാണ്. പുന്നയ്ക്കാമുകൾ എന്ന് പറഞ്ഞാൽ ഒരു ചരിത്രം ഉറങ്ങുന്ന മുടവുമുകളിനടുത്താണ്. AKG നിർണായകമായ സമരമൊക്കെ അറിയാം. തലസ്ഥാനത്തെയും കേരളത്തിൻ്റെ സമരചരിത്രത്തിൻ്റെയും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ഇവിടുത്തെ AKG ബന്ധപ്പെട്ട ഒരു ചരിത്രവും കൂടി നമ്മുടെ സ്ഥാനാർത്ഥിക്കുണ്ട്. 1976 ബാലസംഘം ആദ്യമായി AKG നേരിട്ട് രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ് RP ശിവജി. RP ശിവജിയാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം ഈ ബാലസംഘത്തിലൂടെ പടിപടിയായി ഉയർന്ന് SFI, DYFI പാർട്ടി ഘടകങ്ങളൊക്കെ ചുമതല വഹിച്ച് CPIMൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ ചുമതല വഹിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ നിയോഗം നൽകുന്നത്. തലസ്ഥാനത്തെ LDF സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാ മേഖലകളിലുള്ളവർ, പരിണിതപ്രജ്ഞരായിട്ടുള്ള CPMൻ്റെ മുതിർന്ന നേതാക്കൾ, ബാലസംഘം മുതൽ വന്നിട്ടുള്ള ആൾക്കാർ, DYFIയുടെയും SFIയുടെയും, നമ്മളൊക്കെ ചെറുപ്പക്കാരായ കുട്ടികൾ, അഡ്വക്കേറ്റ് പാർവതിയൊക്കെ അങ്ങനെ ഉള്ള ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള നേതാക്കളാണ്. അങ്ങനെയുള്ള വലിയ നിരയുണ്ട്. RP ശിവജിക്കൊപ്പം തന്നെ നമ്മൾ ചേരുന്നു. അതിൻ്റെ സന്തോഷം പങ്കിടാം. ഒന്ന് AKGയെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വാത്സല്യവും സ്നേഹമൊക്കെ നേരിട്ട് അനുഭവിക്കാൻ ഇടവന്നിട്ടുള്ള ഒരു നേതാവാണ്. നമ്മളൊക്കെ ഈ ചരിത്രം വായിക്കുമ്പോൾ AKG എന്ന് പറഞ്ഞ ജനകീയ മനുഷ്യനെക്കുറിച്ച് അത്ഭുതത്തോടെയും ആദരവോടെയും കാണുന്ന ഒരാളാണ്. മാധ്യമപ്രവർത്തകരായിരുന്നാലും അത്രയേറെ അടുത്ത് കണ്ടിട്ടില്ലെങ്കിലും അത്രയേറെ ബഹുമാനിക്കുന്നവരാണ്. അപ്പോൾ AKG അടുത്ത് കാണാനായി AKG രൂപീകരിച്ച ബാലസംഘത്തിലെ ജോയിൻറ്റ് സെക്രട്ടറിയെ പ്രവർത്തിച്ച ആ അനുഭവത്തിൽ നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് മുടമുകളിലെ രാഷ്ട്രീയ ചിത്രം ഇവിടത്തെയും പുന്നയ്ക്കാമുകളിലെ? AKG 1976 ചികിത്സയ്ക്ക് വേണ്ടിയാണ് തിരുവനന്തപുരത്ത് വരികയും ഈ വട്ടവളയിൽ താമസമാകുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ അദ്ദേഹം ആദ്യം നേരിട്ട് മുൻകൈയെടുത്ത് രൂപീകരിച്ചതാണ് ബാലസംഘം. ഇപ്പോൾ ബാലസംഘത്തിൻ്റെ പ്രാമുഖ്യം എത്രമാത്രമുണ്ട് എന്ന് AKG അന്നേ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ബാലസംഘത്തിൻ്റെ ജോയിൻറ്റ് കൺവീനറായി പ്രവർത്തിച്ചു. മാത്രമല്ല എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു ആ ബാലസംഘ യൂണിറ്റ് കൂടിയിരുന്നത്. AKG ഒരു 6 മാസത്തോളം ഇവിടെ ചികിത്സ കഴിഞ്ഞ് മടങ്ങുമ്പോഴത്തേക്കും എല്ലാ കുട്ടികളെയും വിളിച്ച് സദ്യ നൽകുകയും പായസം നൽകുകയൊക്കെ ചെയ്തു. അതിൻ്റെ മധുരോദാരമായ ഓർമ്മകൾ ഇപ്പോഴും മനസ്സിലുണ്ട് എന്നുള്ളതാണ് സവിശേഷത. കാരണം അതിൽ നിന്നാണ് തുടക്കം. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായിട്ടും CPMമായിട്ടുള്ള അടുപ്പം ആ ബാലസംഘം യൂണിറ്റിലൂടെയാണ്. ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നു. DYFയുടെ യൂണിറ്റ് സെക്രട്ടറി മുതൽ ആരംഭിച്ച് അതിൻ്റെ ഏരിയ പ്രസിഡന്റ് വരെ പ്രവർത്തിക്കേണ്ടായി. പാർട്ടിയുടെ ഗ്രൂപ്പ് കൺവീനർ തുടങ്ങി ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കും. ഇത്രയും ദീർഘമായൊരു അനുഭവ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. 2015-20 ഈ വാർഡിനെ പ്രതിനിധീകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നല്ല പിന്തുണയാണ് ഇവിടുത്തെ ജനങ്ങളെന്ന് എനിക്ക് നൽകിയത്. ആ നല്ല സ്നേഹവും അംഗീകാരവുമെല്ലാം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നു എന്നാണ് കരുതുന്നത്. സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ മുഖ്യ ചർച്ചാ വിഷയമാണ്. ആ ചർച്ചാ വിഷയത്തെ പ്രാധാന്യമുള്ള വിഷയം വാർഡിൻ്റെ വികസനത്തിൽ എന്ത് നിലപാട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കുന്നു എന്നുള്ളത് അടിസ്ഥാനപരമായ പ്രശ്നമാണ്. അതിൽ എല്ലാ കാലത്തും ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ പിന്തുണച്ച വാർഡാണ്. മുടവൻമോൾ വാർഡിൻ്റെ ഭാഗമായിരുന്നപ്പോഴും പിന്നീടത് പുന്നയ്ക്കാമുകൾ വാർഡായി മാറിയപ്പോഴും എല്ലാം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പം ഉറച്ചു നിന്ന വാർഡാണ്. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണ് ഒരു തിരിച്ചടി ഇടതുപക്ഷത്തിനുണ്ടാകുന്നത്. പക്ഷേ അത് താൽക്കാലിക തിരിച്ചടിയാണെന്ന് തൊട്ടടുത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വെച്ച് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകർ ആവേശപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും അവർ അത്രമാത്രം ആത്മാർത്ഥമായി ഇടപെട്ടുകൊണ്ട് ഈ വാർഡ് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഏർപ്പെട്ടത്. ഞാൻ തുടങ്ങിയത് ശിവചേട്ടനൊപ്പം ഈ AKGയുടെ അനുഭവം പങ്കുവച്ചാണ്. AKGക്ക് ഒപ്പമുള്ള ചിത്രം, അതായത് അന്നത്തെ അനുഭവത്തിൽ അതൊരു അവിസ്മരണീയമായ ചിത്രമാണ്. ഇപ്പോൾ നമ്മുടെ ക്യാമറമാൻ ജയപ്രകാശ് കൊട്ടാരക്കരയാണ്. അദ്ദേഹം അത് സൂം ചെയ്ത് കാണിക്കും. ഇതിൽ നിൽക്കുന്ന AKGക്ക് ഒപ്പം നിൽക്കുന്ന അന്നത്തെ ബാലസംഘത്തിൻ്റെയും ഒപ്പം തന്നെ പ്രവർത്തകരുടെയൊക്കെ കുട്ടികളുടെ ചിത്രമാണ്. അതിൽ ശിവചേട്ടനൊപ്പം AKG ഇരിക്കുന്ന ചിത്രമാണ്. അത് ഒരു പഴയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്. അതിൻ്റെ തെളിമയിൽ തന്നെ അത് കാണാൻ കഴിയും. അത് ഒരു അവിസ്മരണീയമായ ചരിത്ര നിമിഷമാണ്. അത്തരം അനുഭവങ്ങൾ ഉള്ള ഒരാളാണ് ഇവിടുത്തെ പുന്നയ്ക്കാമുകളിലെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നതിൽ ഇവിടുത്തെ CPMൻ്റെ പ്രവർത്തകർക്കും LDFൻ്റെ പ്രവർത്തകർക്കൊക്കെ അത് അത്രയേറെ അഭിമാനമുണ്ട്. അങ്ങനെ നമ്മൾ എങ്ങനെയാണ് നഗരസഭയെ പോലത്തെ ഉള്ള ഒരു മത്സര രംഗത്തെ
ഇടതുപക്ഷം വളരെ സീരിയസ് ആയി കാണുന്നു എന്നതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ശിവജി ചേട്ടൻ്റെ ഒരു അനുഭവ പരിചയത്തിൻ്റെ ലോകം വളരെ വലുതാണ്. പൊതുപ്രവർത്തന രംഗത്ത് ഇത്രയും വർഷത്തെ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന പരിചയമുണ്ട്. ഒപ്പം തന്നെ ഈ ജനപ്രതി എന്നുള്ള നിലയിലും മുമ്പ് പ്രവർത്തിച്ച ഒരാളാണ്. ആ പരിചയമൊക്കെ തന്നെ തിരഞ്ഞെടുപ്പിൽ ഗുണമായി മാറുമെന്ന് തന്നെയാണ് ശിവജി ചേട്ടൻ പങ്കുവയ്ക്കുന്നത്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇവിടുത്തെ വ്യക്തിപരമായി പറയുന്നതല്ല, എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ KPCC അംഗമാവുകയും ദീർഘകാലം നഗരസഭയിലെ പ്രതിപക്ഷത്ത് പ്രവർത്തിക്കുകയും ഇന്നത്തെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ലീഡറായിട്ടുള്ള K. മുരളീധരനൊപ്പം തന്നെ ആദരണീയനായ ലീഡർ K. കരുണാകരനൊപ്പം സന്തത സഹചാരിയായിരുന്ന ഒരാൾ ഇന്ന് BJPയുടെ താമര ചിഹ്നത്തിൽ ഈ വാർഡിൽ മത്സരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ എത്രമാത്രം ദയനീയമായ അവസ്ഥയാണ്. വ്യക്തിപരമായി ഉള്ള വിമർശനമല്ല. അപ്പോൾ അതും ഈ തെരഞ്ഞെടുപ്പിൽ പുന്നയ്ക്കാമുകളിൽ ചർച്ച ചെയ്യുകയാണ് ശിവജി ചേട്ടാ. തീർച്ചയായിട്ടും അതുണ്ടാവുക തന്നെ ചെയ്യും. കാരണം പതിറ്റാണ്ടുകൾ നീണ്ട ഒരു രാഷ്ട്രീയ അനുഭവം ഇവിടുത്തെ UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് കൈവശമുള്ളതാണ്. പൊതുവെ ജനകീയനാണ്, മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഈ രാഷ്ട്രീയ ചേരിമാറ്റം ഇവിടുത്തെ വോട്ടർമാർ ചർച്ച ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും പ്രവർത്തകരെല്ലാം ആവേശത്തിലാണ്. അവർക്ക് തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. ആ ദിവസത്തിനിടയിൽ ശിവജി ചേട്ടൻ്റെ സമയത്ത് നമ്മൾ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. എങ്ങനെ ശിവജി ചേട്ടൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമോ? ഒരു പ്രവർത്തക നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ്, വലിയ വിജയം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ നമ്മളിവിടെ ഇറങ്ങുമ്പോൾ തന്നെ ശിവജിയേട്ടൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഞങ്ങൾ അറിയാം, വ്യക്തിപരമായിട്ട് പല രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരാണെങ്കിലും ഉറപ്പായിട്ടും വോട്ട് ഇങ്ങോട്ട് കിട്ടുമെന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പൂർണ്ണ ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയിക്കുകയും ചെയ്യും. മുതിർന്നൊരു നേതാവ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇവിടുത്തെ സജീവമായി ശിവജി ചേട്ടൻ തന്നെ ഇങ്ങോട്ട് അടുത്തേക്ക് വിളിച്ച് നിർത്തുന്നതുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ശിവജി ചേട്ടൻ്റെ ഒരു വിജയം വലിയ വിജയമാവും, വലിയ ഭൂരിപക്ഷം ഉണ്ടാവും? ഞാനിവിടെ ഒരു സെറ്റിലറാണ്. ഇവിടെ വട്ടവളയിൽ ഒന്ന് താമസം തുടങ്ങിയ ആളാണ്. അന്ന് മുതൽ എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ് സഖാവ് ശിവജി. അന്നേ സഖാവ് ശിവജി. എനിക്ക് അന്ന് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ നമ്മളെ ഞരമ്പി പിടിച്ച ഒരു കാലഘട്ടമായിരുന്നു. ഇന്നും അത് തന്നെയാണ്. സഖാവ് എല്ലാ വിജയാശംസകളും ഞാൻ നേരിടേണ്ട ജനങ്ങളെല്ലാം നേർന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും ജനങ്ങളുടെ സപ്പോർട്ട് സഖാവ് ശിവജിയുടെ പിന്നിലുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും എന്നോടൊപ്പം പാർട്ടി മെമ്പർഷിപ്പിൽ പ്രവർത്തനം തുടങ്ങിയ ആളാണ് ദാസുകുട്ടി. ഇപ്പോഴും എന്നോടൊപ്പം അപ്പോൾ ശിവചേട്ടൻ തന്നെ പറഞ്ഞതാണ് സഖാവ് ദാസുകുട്ടി. ഒപ്പം തന്നെ ശിവചേട്ടനൊപ്പം പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹവും പറയും, എങ്ങനെയാണ് ശിവചേട്ടൻ്റെ പ്രവർത്തനം? ശിവചേട്ടൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും സർവ്വസമാനമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. നമ്മൾ ഈ ഭൂരിപക്ഷത്തിൻ്റെ കാര്യം മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കെതിരായിട്ട് വോട്ട് ചെയ്യുന്നു നമ്മൾ വിശ്വസിച്ച പലരെയും നമ്മൾ നേരിട്ട് ഇപ്പം 1-2 റൗണ്ട് കണ്ടു. അപ്പോഴെല്ലാം അവരിൽ നിന്നെല്ലാം വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ട്. നമുക്ക് എല്ലാ തലമുറയിലെ ആൾക്കാരുണ്ട്, വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഒപ്പം തന്നെ വനിതകളുണ്ട്, ഏറ്റവും യുവതലമുറയുടെ ആൾക്കാരുണ്ട്. ശിവജി ചേട്ടൻ്റെ ഒരു പിന്തുണയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറയുന്ന നേരത്തെ തന്നെ സൂചിപ്പിച്ച ചരിത്രമുറങ്ങുന്ന നമ്മുടെ ഈ പ്രദേശം മുടവമ്മുകൾ വലിയ ഐതിഹാസികമായ സമരം, അവിടെ വരുന്ന ആ പ്രദേശം കൂടി വരുന്ന സംയുക്ത ഒന്നിച്ചുണ്ടായിരുന്ന ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയായിരുന്നു RP ശിവജി. അദ്ദേഹം ഈ രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുമ്പോൾ വലിയ പിന്തുണയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരത്തെ ഒരു മത്സര ചിത്രമാകെ LDFൻ്റെ ചിട്ടയായ പ്രവർത്തനത്തിൻ്റെ ഒരു രൂപമാണ് നമുക്ക് ശിവജി ചേട്ടൻ്റെ രാവിലത്തെ സ്കോഡിൽ നിന്ന് വ്യക്തമാകുന്നത്.